അപ്പോ നമ്പർ 1 ആൻഡ് നമ്പർ 2 ഒക്കെ അതൊക്കെ നിന്ന നിൽപ്പിൽ നടന്നോളൂ. അയ്യയ്യയ്യയ്യേ, ഇതാകെ നാറ്റക്കേസായല്ലോ. അനങ്ങാൻ പറ്റുന്നില്ലല്ലോ, എന്താ ചെയ്യാ? ഇവൻ എന്തായാലും കുറച്ചു ദിവസം ഇങ്ങനെ നിൽക്കട്ടെ. കുറെ കാലമായില്ലേ സഹവാസികളെ ഉപദ്രവിക്കുന്നു. ഇത് എന്റെ വക ചെറിയൊരു ശിക്ഷയാ. എന്റെ ജീവിതം നായണക്കിയല്ലോ. എങ്കിൽ ഞാൻ പോവുക. വീണ്ടും പാക്കലാം. ടാറ്റാ. ആശാന്റെ ജാതകത്തിൽ ലൈഫ് ലോങ് കണ്ടക ശരിയാണെന്ന് തോന്നുന്നു. എന്താ ചിമ്പ തനിയെ സംസാരിക്കുന്നത്? നിനക്ക് വീണ്ടും വട്ടായോ? നീയോ? നിന്നെ കണ്ടിട്ട് അണ്ടി പോയ അണ്ണാനെ പോലുണ്ടല്ലോ. അണ്ടി പോയ അണ്ണാനല്ല, ആശാൻ പോയ ശിഷ്യനാണ് ഞാനിപ്പോ. ഇത് വട്ട് തന്നെ. എന്റെ ആശാനെ ആ കരടി വൈദ്യര് പ്രതിമ പോലെയാക്കി. എങ്കിൽ നീ പോയ ഒരു കാര്യം ചെയ്. പറ. ആശാനെ രക്ഷിക്കാൻ ഞാൻ എന്തും ചെയ്യും. എങ്കിൽ നീയും എത്രയും പെട്ടെന്ന് ആ മരുന്ന് കഴിക്ക്. രണ്ടിന്റെയും ശല്യം കുറച്ചു നാളത്തേക്കെങ്കിലും ഉണ്ടാകില്ലല്ലോ. എന്താ ചിന്ന ഇത്? സുഹൃത്തുക്കൾക്ക് ആപത്ത് വരുമ്പോ ഇങ്ങനെയൊക്കെ പരിഹസിക്കുകയാണോ വേണ്ടത്? ഓ, നിങ്ങൾക്ക് എന്തേലും ആപത്ത് വരുമ്പോൾ മാത്രമാണല്ലോ ഞങ്ങളൊക്കെ സുഹൃത്തുക്കളാകുന്നത്. നിനക്കൊക്കെ തരികിടകളും തമ്മിലടിപ്പിക്കലും അവസാനിപ്പിച്ച് ഇനിയെങ്കിലും നോക്കിയും കണ്ടു നടന്നൂടെ? എല്ലാത്തിനും കാരണം ആശാന്റെ ഉഡായിപ്പ് സ്വഭാവമാണ്. ഓ, നീ ഒട്ടും മോശക്കാരനല്ല. ഇനിയിപ്പൊ എന്താ ചെയ്യാ? കരടി വൈദ്യരല്ലേ, മൂപ്പരൊട്ടും ബുദ്ധിമുട്ടിപ്പിക്കില്ല. കുറച്ചു ദിവസം കഴിഞ്ഞാൽ എന്തേലും മറുമരുന്ന് കൊടുത്ത് ശരിയാക്കുമായിരിക്കും. അയ്യോ, ആ വൈദ്യരാളൊരു കിളവനല്ലേ. മറുമരുന്ന് കൊടുക്കുന്നതിനു മുമ്പ് ആള് തട്ടിപ്പോയാ എന്റെ ആശാന്റെ കാര്യം കട്ടപ്പോക. അങ്ങനെയാണേൽ അത് ചുടായിപ്പന്റെ വിധിയാണെന്ന് കരുതിയാ മതി. എന്തായാലും ഞാൻ അവിടെ ഒന്ന് പോയി നോക്കട്ടെ. ആഹാ, ഇത് കൊള്ളാലോ. എന്തായാലും ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഹലോ ടെസ്റ്റിംഗ്, ഹലോ ടെസ്റ്റിംഗ്. ഇനി ഒന്ന് ഇടിച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കിയാലോ. ഇവൻ ഇങ്ങനെ തന്നെ കിട്ടണം. എന്തായിരുന്നു അഹങ്കാരം. ആരാത്? ചിന്നനായിരുന്നോ? എന്താടാ, ഇങ്ങോട്ടുള്ള വഴിയൊക്കെ നിനക്ക് ഓർമ്മയുണ്ടായിരുന്നോടാ? പിന്നില്ലാതെ. ഇതെന്താ വൈദ്യരെ സംഭവം? നീ അറിഞ്ഞില്ലേ? എന്റെ പുതിയ മരുന്ന് ഞാൻ ഇവന്റെ ശരീരത്തിലൊന്ന് പരീക്ഷിച്ചു നോക്കിയതാ. പ്രതിമേഷ്ട കഷായം. സംഭവം 100% വിജയമാ. ദാ കണ്ടില്ലേ, കുറേ സമയമായി അവനിങ്ങനെ നിൽക്കാൻ തുടങ്ങിയിട്ട്.